കൃത്യമായൊരു ആ ചരിത്രങ്ങൾ അങ്ങനെ ഒരു എഴുകേറി പരിശോധിച്ച് രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് 14 പേരെ ഏതാണ്ട് കുറച്ച് ആളുകളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ശത്രുക്കളുടെ ഭാഗത്ത് 70ഓളം പേരുകൾ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മരണപ്പെട്ട മുഴുവൻ ആളുകളെയും നേതാക്കളെയും ഇതിൻ്റെ ഉള്ളിലും അവരുടെ രണാങ്കണ മുറിയിൽ തന്നെയാണ് കബറടക്കിയിട്ടുള്ളത്. നമ്മളിവിടെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ എന്തിനു വേണ്ടിയാണ് റസൂലുള്ള പറഞ്ഞത്? എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അതിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ്. ശിർക്കും തൗഹീദും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ്. പറഞ്ഞാൽ ഒരു വിഭാഗം അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുകയും അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾക്ക് ദൈവികമായ കഴിവുണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് വിശ്വസിക്കുകയും അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെയും മറ്റു രൂപങ്ങളെയും ഒക്കെ ആരാധിച്ച ആളുകളാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താ? അതന്നല്ലേ അല്ലേ? ലാ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലേ ഇലാഹു ഇല്ല അല്ലേ അല്ലാഹു ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളും പടച്ച തമ്പുരാനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ആ ഒരു സന്ദേശം നൽകിയ അതിനെതിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ വന്ന ശത്രുക്കൾക്കെതിരെയാണ്. അല്ലാതെ നേരത്തെ പ്രവാചകൻ സംഘമൊന്നും പിന്നെ ഒരു യുദ്ധം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല. അങ്ങനെ ആ യുദ്ധത്തിൽ എത്തിപ്പെടുകയുണ്ടായി. കച്ചവട സംഘത്തിൻ്റെ രൂപത്തിലാണ് മുശ്രിക്കുകളായ ആളുകൾ വരുന്നത്. എന്തായാലും പടപൊരുതി അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം ബദറിന്റെ രണാങ്കണത്തിൽ മലക്കുകൾ ഇറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും അങ്ങനെ ശത്രുക്കൾ തിരിഞ്ഞോടുകയും വലിയ ഒരു പരാജയം ശത്രുക്കളുടെ ഭാഗത്തുണ്ടാവുകയും ഒരു തരത്തിൽ അവരുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുന്ന രൂപത്തിൽ. പിന്നെ നമുക്ക് ചരിത്രങ്ങൾ കാണാൻ പറ്റുന്നത് ബദറിൽ പങ്കെടുത്ത സഹാബികൾ കൂടുതൽ ഊർജ്ജവും ആവേശമൊക്കെ കിട്ടി. ഇസ്ലാമിക സമൂഹത്തിൽ വലിയ മുഹമ്മത്തിനുണ്ടായി. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഉഹദിന്റെ രണാങ്കണം സന്ദർശിക്കും. ആ ഒരു ആത്മവിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് അമ്പെയ്ത്തുകാരെ ജബൽ റൂമാത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഓർഡർ കിട്ടാതെ ഞാൻ പറയാതെ നിങ്ങൾ താഴോട്ട് ഇറങ്ങരുത്. കാരണം നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് ഈ ഉഹദിൻ്റെ പരിസരത്ത് സറൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് നാളെ ജബൽ റൂമാത്ത് കാണാം. അവിടെ നിന്ന് നോക്കിയാൽ എല്ലാ ഭാഗവും കാണുന്നൊരു മലയാണ് ചെറിയ, അതിൻ്റെ മുകളിലും കയറാൻ പറ്റും. അപ്പോൾ അവിടെ മുസ്ലിം ഉമ്മത്തിന് വലിയ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം വന്ന് ഇസ്ലാമിക സമൂഹത്തിന് നേരെ ശക്തമായി ആഞ്ഞടിക്കുകയും മുസ്ലിം സൈന്യങ്ങൾ സഹാബത്തൊക്കെ പിന്തിരിഞ്ഞോടുകയും ഒരു വേള പ്രവാചകൻ വരെ വധിക്കപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. അത്രമേൽ ആത്മവിശ്വാസം കെടുത്തി കളയുന്ന രൂപത്തിൽ ഒരു വലിയ സംഭവമാണ് ഇതിലുണ്ടായത്. അതിൽ വലിയ നഷ്ടങ്ങളുണ്ടായി. നമുക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ അവിടെ കടന്നു പോയി. സഹാബികൾ നിസ്കരിക്കുന്നു. റസൂലുള്ള കുറേ സഹാബികളെ പടയാളികളായ കുറേ സഹാബത്തിനെ കാവൽ നിർത്തുന്നു. എന്നാൽ പിന്നെ എല്ലാവരോടും നിസ്കരിച്ചോ പഠിച്ചോ സഹായിക്കുന്നു പറഞ്ഞാൽ പോരെ. അങ്ങനെ ദുനിയാവിൽ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷമാണ് തവക്കുലാക്കേണ്ടത് എന്ന് കൂടിയുള്ള പാഠമാണ് റസൂലുള്ള യുദ്ധരംഗത്ത് മുൻ പഠിപ്പിച്ചത്. ബദറിൻ്റെ രണാങ്കണത്തിലായാലും പ്രഹുദിലായാലും എല്ലാ സ്ഥലത്തും പ്രവാചകൻ അത് ഒരു പ്രയോഗവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബികൾ ഏറെക്കുറെ അത് പിന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ യുദ്ധങ്ങളെയും ഇത്തരം ചരിത്ര യുദ്ധത്തിൽ നമ്മുടെ ബദരീങ്ങളായ നമ്മുടെ ശുഹദാക്കൾ സഹാബത്തുകൾ രക്തം കൊടുത്തതിൻ്റെ ഭാഗ്യമാണ്. തൗഹീദിന് വേണ്ടി തന്നെയാണ് അവരുടെ രക്തം കൊടുത്തത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത യഥാർത്ഥ മുജാഹിദുകളായിരുന്നു ബദരീങ്ങൾ. അവരെ സമർപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബദരീങ്ങളുടെ ബദർ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മതിൽ കെട്ടിയിട്ടുള്ള ബിസ്മി ചെയ്തിട്ടുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദല്ലത്തും ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. ഇത് ബദറിൽ അള്ളാഹു സഹായിച്ചുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഇനി അസ്മാഉ ശുഹദാ ഉസ്വത്തുൽ ബദർ, ബദറിൽ പങ്കെടുത്ത ഷഹീദായ ആളുകളുടെ